ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെ തകർത്ത് മതേതരത്വം ഇല്ലാതാക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാടെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. തലശ്ശേരിയിൽ കേന്ദ്ര ബജറ്റിനും കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കുമെതിരെ ടെലിഫോൺ ഭവനിലേക്ക് LDF നടത്തിയ ബഹുജന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു EP ജയരാജൻ. കേരളത്തിന് അനുവദിച്ചു തരുന്നില്ല. എന്നാൽ കേരളം വായ്പ എടുക്കട്ടെ. 1 ലക്ഷം കോടിയിൽ പരം രൂപ വായ്പ എടുക്കാൻ കേരളത്തിന് സാധിക്കും. ആ 1 ലക്ഷം കോടി രൂപ വായ്പ എടുക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി. ഞാൻ ഈ പറഞ്ഞതുപോലെ കിഫ്ബി, അതിനെടുക്കുന്ന വായ്പകൾ, മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പകളെല്ലാം ഈ വായ്പക്കകത്ത് പെടുത്തി വായ്പ വാങ്ങാതിരിക്കാനും വായ്പ ലഭ്യമാകാതിരിക്കാനും നടപടി സ്വീകരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ്. ഈ കേന്ദ്ര ഗവൺമെന്റ് ഒരു ഭരണ കേന്ദ്രമാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഭരണാധികാരികൾക്ക് ഒരു സംസ്ഥാനത്തിലെ ജനങ്ങളെ മുഴുവൻ ദ്രോഹിക്കാൻ, ശത്രുപട്ടികയിൽപ്പെടുത്തി കേരളത്തിന്റെ അവകാശം നിഷേധിക്കാൻ എങ്ങനെയാണ് കഴിയുന്നത്? BJP ഒരു ജനാധിപത്യ പാർട്ടിയാണോ? അല്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ആ ജനാധിപത്യ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന BJP ഗവൺമെന്റ് തികച്ചും ജനവിരുദ്ധ നയങ്ങളാണ് തുടരുന്നത്. NCP ജില്ലാ പ്രസിഡന്റ് K സുരേശൻ അധ്യക്ഷത വഹിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം MC പവിത്രൻ, CPM ഏരിയ സെക്രട്ടറി CK രമേശൻ, CPI സംസ്ഥാന കൗൺസിൽ അംഗം CP ഷൈജൻ, കാരായി ചന്ദ്രശേഖരൻ, മുഹമ്മദ് അഫ്സൽ, K വിനയരാജ്, അഡ്വക്കേറ്റ് നിഷാദ്, ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം? അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ. ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ പേപ്പർ വർക്ക്, ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്. ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം, സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം. യൂറോലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി, കണ്ണൂർ, തൃശൂർ ആൻഡ് കൊല്ലം.